ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലേ. ഈ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമായിരിക്കും. ഒരു 3-4 ആപ്ലിക്കേഷൻസ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ വാട്സപ്പ്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ സ്ഥിരമായിട്ട് റീസെൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഓൺ ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനായിരിക്കും കൂടുതലുണ്ടാകുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ അതൊരു 3 മാസം വരെ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻസിന് നൽകിയിട്ടുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോകുന്ന ഒരു ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ. പ്ലേ സ്റ്റോറിൽ നമുക്ക് നൽകുന്നൊരു ഫീച്ചറാണത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 മാസമായിട്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതെ ഡിഫോൾട്ടായിട്ട് ഇരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന പെർമിഷൻസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ നമ്മളൊരു ഉപയോഗിക്കാതെ ഒരു 3 മന്ത്സൊക്കെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിലെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവുന്നവരെ സെറ്റിങ്സ് നമുക്ക് എങ്ങനെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ വരികയാണ് വേണ്ടത്. പ്ലേ സ്റ്റോർ എടുക്കുക. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് സർവീസ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്ലിയർ ഡാറ്റ, അങ്ങനെ ഫോൾ സ്റ്റോപ്പ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ക്ലിയർ ഡാറ്റ അടിച്ച് ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇതുപോലെ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിട്ടോ. അതിനുശേഷം നമ്മുടെ ഇവിടെ ഡിസേബിൾ എന്നുണ്ടാവും. ആ ഡിസേബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഈ വരുന്ന പോപ്പപ്പിന് നമ്മൾ ഓക്കെ കൊടുക്കുക. അത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ഡിസേബിൾ എന്നുള്ള കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എനേബിൾ എന്ന് പറയുന്ന ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിരുന്ന ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മെമ്മറി നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു കണ്ടീഷനിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വേണം, ആ ഒരു ആപ്ലിക്കേഷൻസ് നമുക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മളിവിടെ എനേബിൾ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ എനേബിളായിട്ട് പഴയ പോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ആവാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഇത്തരത്തിലാണ് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു പെർഫോമൻസിലേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് അതിൻ്റെ മെമ്മറിയൊക്കെ ഫ്രീ അപ്പായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആർക്കെങ്കിലും എന്തും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേമാതിരി സിസ്റ്റം ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഒഴിവാക്കാനുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.